ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. എന്താണ് നമ്മൾ പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്താണെന്നല്ല പഠിച്ചു. എംപ്ലോയീസിൻ്റെ ഒക്കെ അവരുടെ ജോബിൽ അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോഴാണ് സ്ഥാപനത്തിൻ്റെ ഓവറോൾ പെർഫോമൻസ് സാധ്യമാവുള്ളൂ. അപ്പോൾ എന്താണ് ഈ ഒരു പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. എ ഗുഡ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വർക്ക് ടുവാർഡ്സ് ദ ഇംപ്രൂവ്മെൻറ്റ് of the overall organizational performance by managing the performance of teams and individuals for ensuring the achievement of the overall organizational ambitions and goal. ഒരു നല്ല മാനേജ്മെൻറ്റ് പെർഫോമൻസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഓർഗനൈസേഷൻ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുക? ബൈ മാനേജിങ് ദി പെർഫോമൻസസ് ഓഫ് ടീംസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. ടീംസിൻ്റെയും അതുപോലെ ഇൻഡിവിജ്വൽസിൻ്റെയും പെർഫോമൻസ് എന്ത് ചെയ്യുക, മാനേജ് ചെയ്ത് അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഒരു കമ്പനീൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഓവറാൾ അച്ചീവ്മെൻറ്റ് സാധ്യമാവുള്ളൂ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഓവറാൾ അച്ചീവ്മെൻറ്റും ഓവറാൾ ഓർഗനൈസേഷൻ അംബീഷൻസും ഗോളും സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപനത്തിലെ ടീംസിൻ്റെയും അത് ഇൻഡിവിജ്വൽസിൻ്റെയും വർക്ക് ഓവറാൾ ഇംപ്രൂവ്മെൻറ്റ് നടത്തുന്നതിനാണ് എന്ത് പറയുന്നത്, പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. കോമ്പണൻസ് ഓഫ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. കോമ്പണൻസ് ആണ് പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒന്ന്, പെർഫോമൻസ് പ്ലാനിങ്. നമുക്കറിയാം, പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ, വാട്ട് ഈസ് ടു ബി ഡൺ, ഹു ഈസ് ടു ബി ഡു ഇറ്റ്. പെർഫോമൻസ് പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് ക്രൂഷ്യൽ കോമ്പണൻസ് ഓഫ് എനി പെർഫോമൻസ് മാനേജ്മെൻറ്റ് പ്രോസസ് വിച്ച് ഫോംസ് ദ ബേസിസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ നടത്തണമെന്നുണ്ടെങ്കിലും എന്തിൻ്റെയും ബേസ് ആയിട്ട് ആദ്യം എന്ത് വേണം, പെർഫോമൻസിനെ പ്ലാന് ചെയ്യണം. പെർഫോമൻസ് പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് കോമ്പണൻസ് ഓഫ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് പ്രോസസ്. എല്ലാത്തിൻ്റെയും ബേസ് എന്താണ്? പെർഫോമൻസ് പ്ലാനിങ് ആണ്. പെർഫോമൻസ് പ്ലാനിങ് ഈസ് ജോയിൻ്റ്ലി ഡൺ ബൈ appraisee and also the review in the beginning of a performance session. ഒരു പെർഫോമൻസിൻ്റെ സെഷനിൽ തന്നെ പ്ലാൻ ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്, പെർഫോമൻസ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, അതിനെ റിവ്യൂ ചെയ്യുക. ഡൺ ബൈ അപ്രൈസ് ആൻഡ് ആൾസോ ദ റിവ്യൂ ഇൻ ദ ബിഗിനിങ് ഓഫ് പെർഫോമൻസ് സെഷൻ. അപ്പോൾ ഒരു പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് പ്രോസസ് എന്താണ്, പെർഫോമൻസ് പ്ലാനിങ്. പിന്നെ വരുന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് റിവ്യൂയിങ്. ദ അപ്രൈസൽ ആർ നോർമലി പെർഫോമഡ് ട്വൈസ് ഇൻ എ ഇയർ ഇൻ ആൻ ഓർഗനൈസേഷൻ. എന്താണ്, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു അപ്രൈസൽ നടത്തും. ഇൻ ദ ഫോം ഓഫ് മൈൻഡ് റിവ്യൂ ആൻഡ് ആനുവൽ റിവ്യൂ വിച്ച് ഇസ് ഹെൽഡ് ഇൻ ദി എൻഡ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ. നമ്മൾ എന്ത് ചെയ്യുക, ഒരു വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ പെർഫോമൻസിനെ എവാലുവേറ്റ് ചെയ്യുക, റിവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ അപ്രൈസൽ നടത്തുക. ഓക്കെ, ഒന്ന് അതിൻ്റെ നടുവിലും നടത്തും, ഒന്ന് എന്താണ് ആ ഫൈനാൻഷ്യൽ ഇയറിലെ എൻഡിങ്ങിലും റിവ്യൂ നടത്തും. ആണ് സെക്കൻഡ് പ്രോസസ്. പിന്നെ വരുന്നതാണ് തേർഡ് പ്രോസസ്സ്, ഫീഡ്ബാക്ക് ഓൺ ദി പെർഫോമൻസ് ഫോളോവഡ് ബൈ പേഴ്സണൽ കൗൺസിലിംഗ് ആൻഡ് പെർഫോമൻസ് ഫെസിലിറ്റേഷൻ. പെർഫോമൻസിൻ്റെ എന്തെടുക്കുക, ഫീഡ്ബാക്ക് എടുക്കുക. എന്താണ്, പേഴ്സണൽ കൗൺസിലിങ്ങിലൂടെയും പെർഫോമൻസ് ഫെസിലിറ്റേഷൻസിലൂടെയൊക്കെ എന്ത് ചെയ്യുക, ഇൻഡിവിജ്വൽസിൻ്റെയും ടീംസിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് എന്ത് ചെയ്യുക, പെർഫോമൻസിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുക. ഫീഡ്ബാക്ക് ആൻഡ് കൗൺസിലിംഗ് ഈസ് ഗിവൺ എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ഇൻ ദി പെർഫോമൻസ് മാനേജ്മെൻറ്റ് പ്രോസസ്. ഫീഡ്ബാക്കിന് എന്തുണ്ട്, ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ തന്നെയാണ് എന്ത്, പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അത് റിവാർഡിങ് ഗുഡ് പെർഫോമൻസ്. നമ്മൾ ഫീഡ്ബാക്ക് എടുത്തു, റിവ്യൂ നടത്തി, അപ്രൈസലൊക്കെ നടത്തിയതിന് ശേഷം 4ാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് റിവാർഡിങ് ഗുഡ് പെർഫോമൻസ്. നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ടീംസിന് ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യുക, റിവാർഡ്
കൊടുക്കുക. ദിസ് ഈസ് വെരി വൈറ്റൽ കോമ്പണൻറ്റ്. ഇറ്റ് വിൽ ഡിറ്റർമിൻ ദ വർക്ക് മോട്ടിവേഷൻ ഓഫ് ആൻ എംപ്ലോയി. നമ്മളെന്താണ് നല്ല പെർഫോം ചെയ്യുന്ന എംപ്ലോയീസിനെ തിരഞ്ഞെടുത്ത് അവർക്ക് എന്തെങ്കിലും അവാർഡോ ക്യാഷ് പ്രൈസോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, ഇറ്റ് ഷുഡ് ബി എ മോട്ടിവേഷൻ ടു ആൻ എംപ്ലോയി. ആ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അതെന്താണ്, മോട്ടിവേഷൻ ആണ്. വർക്ക് ചെയ്യാത്ത ആളുകൾക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് എന്ത്, റിവാർഡ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ആൻ എംപ്ലോയി ആൻഡ് പബ്ലിക്ലി റെക്കഗ്നൈസ്ഡ് ഫോർ ഗുഡ് പെർഫോമൻസ് ആൻഡ് ഈസ് റിവാർഡ്. ഇപ്പോൾ ചില കമ്പനിയിലൊക്കെ ഉണ്ട് മന്ത്ലി എന്ത് ചെയ്യും, അവിടുത്തെ ബെസ്റ്റ് എംപ്ലോയിനെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് റിവാർഡ് കൊടുക്കും. എന്താണ്, വർക്ക് ചെയ്യുന്നവർക്കുള്ളൊരു പ്രചോദനം, മറ്റവർക്ക് ഒരു ഇൻസ്പിറേഷൻ കൂടിയായിരുന്നു, വർക്ക് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ കൂടി അത് ആണ്. പിന്നെ അഞ്ചാമത്തെ വരുന്നതാണ് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് പ്ലാനിങ്. In this stage, first set of goals are established for an employee. A new deadline is provided for accomplishing those objectives. എന്താണ്, ചില സമയം നമ്മൾ അങ്ങനെ ടാസ്ക് ഒക്കെ എല്ലാവർക്കും അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. എന്നാലും എന്താണ്, എല്ലാവരും ചിലപ്പോൾ ഒരേപോലെ വർക്ക് ചെയ്തോളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാവരുടെ വർക്കും ഒരേപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫോമൻസ് ഇമ്പ്രൂവ്മെന്റ് പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യുക. വളരെ ലാഗായിട്ട് പോകുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ്സിനനുസരിച്ചിട്ട് ഒരു ടൈം ഡെഡ് ലൈൻ എന്ത് ചെയ്യുക, കൊടുക്കുക. ഇത്ര സമയത്തിനുള്ളിൽ അത് തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡെഡ് ലൈന് കൊടുക്കുക. പിന്നെ വരുന്നതാണ് പൊട്ടൻഷ്യൽ അപ്രൈസൽ. പൊട്ടൻഷ്യൽ അപ്രൈസൽ ഫോം എ ബേസിസ് ഫോർ ബോത്ത് ലാറ്ററൽ ആൻഡ് വെർട്ടിക്കൽ മൂവ്മെന്റ്സ് ഓഫ് ഒരു എംപ്ലോയി. അങ്ങനെ ഒരു എംപ്ലോയിന്റെ വെർട്ടിക്കൽ അതുപോലെ ലാറ്ററൽ മൂവ്മെന്റ്സ് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യാം. പൊട്ടൻഷ്യൽ അപ്രൈസൽ പ്രൊവൈഡ് ക്രൂഷ്യൽ ഇൻപുട്ട് ഫോർ സക്സഷൻ പ്ലാനിങ് ആൻഡ് ദ ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷനും സക്സഷൻ പ്ലാനിങ്ങിലൊക്കെ എന്ത് സഹായിക്കും, പൊട്ടൻഷ്യൽ അപ്രൈസൽ സഹായിക്കും. അസസ്മെന്റ് ടെക്നിക്കിലൂടെ ഒരു എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ അപ്രൈസൽ ചെയ്യുക. ഇത്രയാണ് ഈ 6 സ്റ്റേജസ് ആണ് ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർഫോമൻസ് മാനേജ്മെന്റ്. ഒരു പെർഫോമൻസ് മാനേജ്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഓർഗനൈസേഷൻ കൾച്ചർ, എംപ്ലോയി റിലേഷൻസ് ക്ലൈമറ്റ്, പീപ്പിൾ, സ്ട്രക്ചർ, സൈസ്, ടെക്നോളജി ആൻഡ് വർക്കിംഗ് പ്രാക്ടീസസ്, ദ എക്സ്റ്റേണൽ എൻവയറൺമെന്റ്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് എഫക്ട് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, ഓർഗനൈസേഷണൽ കൾച്ചർ. ദ ഓർഗനൈസേഷണൽ കൾച്ചർ ഈസ് ദ പാറ്റേൺ ഓഫ് ഷെയർഡ് ബിലീഫ്, നോംസ് ആൻഡ് വാല്യൂസ് in an organization that shape the way people act and interact and strongly influence the way which think. ഏതൊരു സ്ഥാപനത്തിനും അവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും കൾച്ചറും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതേപോലെ നോംസ് ആൻഡ് വാല്യൂസ്, ഓരോ സ്ഥാപനം മുറുകെ പിടിക്കുന്ന അവരുടേതായ വാല്യൂസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എന്തിനെ ബാധിക്കുന്നുണ്ട്, സ്ഥാപനത്തിന്റെ പെർഫോമൻസ് മാനേജ്മെന്റിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. അതിനനുസരിച്ച് എവിടെ മാറ്റം വരും, ഒരു എംപ്ലോയിൻ്റെ ടോട്ടൽ സ്വഭാവത്തിൽ അല്ലെങ്കിൽ വർക്കിൽ മാറ്റം വരും. അപ്പം അതിനെന്തുണ്ട്, നല്ലൊരു എന്തുണ്ട്, ഓർഗനൈസേഷണൽ കൾച്ചറിൽ എന്തുണ്ട്, ആ സ്ഥാപനത്തിൻ്റെ പെർഫോമൻസുമായിട്ട് നല്ല ഇൻ്റർ ലിങ്ക്ഡ് ആണ്. അതിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ കൾച്ചറിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അവിടുത്തെ എംപ്ലോയീസിൻ്റെ ബിഹേവിയറും അവരുടെ പെർഫോമൻസും വരിക. അടുത്ത employee relations climate. The employee relations climate of an organization represents the perception of employees and their representative about the ways in which relationship between management and employees are maintained. എന്താണ്, സ്ഥാപനം ഓർഗനൈസേഷൻ എംപ്ലോയീസുമായിട്ട് എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് അതിനനുസരിച്ച് ആരുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും, എംപ്ലോയിൻ്റെ മൈൻഡിലും വ്യത്യാസം ഉണ്ടാവും. അവരെങ്ങനെയാണോ സ്ഥാപനം എംപ്ലോയീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെയുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് എംപ്ലോയീസിൻ്റെ മൈൻഡിൽ എന്ത് ചെയ്യുന്നുണ്ടാകുക, അവിടെ മൈൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാകുക. എന്താണ്, എപ്പോഴെന്താണ് എംപ്ലോയീസിൻ്റെ ഇടയിൽ നല്ല പെർസെപ്ഷൻ ഉണ്ടാകുന്ന, നല്ല ക്ലൈമറ്റും നല്ല പെർസെപ്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടർ പാർട്ടീസ് ടെസ്റ്റ് വൺ അനദർ. മാനേജർ എംപ്ലോയീസിനെ എന്ത് ചെയ്യണം, വിശ്വസിക്കണം. എംപ്ലോയീസ് തിരിച്ച് മാനേജ്മെന്റിനെ വിശ്വസിക്കണം. മാനേജ്മെന്റ് ട്രീറ്റ്സ് എംപ്ലോയീസ് ഫെയർലി ആൻഡ് വിത്ത് കൺസിഡറേഷൻ.
എന്താണ് സത്യസന്ധമായിട്ടായിരിക്കണം ആരെ ട്രീറ്റ് ചെയ്യേണ്ടത്, ഒരു എംപ്ലോയീസിനെ ഫെയർലി നീതിപൂർവമായിട്ടും അവർക്ക് വേണ്ട കൺസിഡറേഷനും ആർക്ക് കൊടുക്കണം, എംപ്ലോയീസിന് കൊടുക്കണം. മാനേജ്മെന്റ് ഈസ് ഓപ്പൺ ആൻഡ് ഹോണസ്റ്റ് അബൌട്ട് ഇറ്റ്സ് ആക്ഷൻ ആൻഡ് ഇന്റൻഷൻ. ഇപ്പോൾ എന്തെങ്കിലും ആക്ഷൻസോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് ഒരു ഓപ്പൺ മൈൻഡോട് കൂടിയിട്ടായിരിക്കണം എടുക്കുന്നത്, ഹോണസ്റ്റ് സത്യസന്ധമായിട്ടായിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് എക്സിറ്റ്. മാനേജ്മെന്റും എംപ്ലോയിയും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ തമ്മിൽ എന്ത് ചെയ്യണം, മാനേജ്മെന്റ് ട്രീറ്റ്സ് എംപ്ലോയീസ് ആസ് എ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഒരു കമ്പനീൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പരിഗണിക്കുന്ന പോലെ തന്നെ ആയിരിക്കണം ആ മാനേജ്മെന്റ് കമ്പനിയുടെ എംപ്ലോയീസിനെയും പരിഗണിക്കുന്നത്. ഹാർമോണിയസ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. എംപ്ലോയീസ് ആർ കമ്മിറ്റഡ് ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. എംപ്ലോയീസ് അതേപോലെ തന്നെ തിരിച്ചെന്ത് ചെയ്യണം, സ്ഥാപനത്തിനോടുള്ള കമ്മിറ്റ്മെന്റ് കാണിക്കണം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ്, നല്ലൊരു എംപ്ലോയർ റിലേഷൻഷിപ്പ് സ്ഥാപനത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നല്ല റിലേഷൻ, നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്ഥാപനം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല പെർഫോമൻസ് മാനേജ്മെന്റ് കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് പീപ്പിൾ. The development and application of performance management can be derived one from the top, possibly forming part of transformational program incorporating cultural changes. എന്താണ്, പീപ്പിളിന് കൃത്യമായിട്ടുള്ള റോൾ അതിലുണ്ട്, ഒരു പെർഫോമൻസ് മാനേജ്മെന്റിൽ ഉണ്ട്. നമുക്കറിയാം ടോപ്പ് ഡൗണും കൺട്രോളിങ്ങിലൊക്കെ എന്താണ് ലീഡർഷിപ്പിനും പീപ്പിൾസിന് നല്ലൊരു റോൾ അതിലുണ്ട്, പെർഫോമൻസ് മാനേജ്മെന്റിൽ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സ്ട്രക്ചർ. എ ഹൈറാർക്കിക്കൽ ഓർ ഫങ്ഷണൽ സ്ട്രക്ചർ വിത്ത് വിൽ ഡിഫൈൻ ലെയേഴ്സ് ഓഫ് അതോറിറ്റീസ് മോർ ലൈക്ലി ടു സപ്പോർട്ട് എ ഡയറക്റ്റീവ് ടോപ്പ് ഡൗൺ അപ്രോച്ച് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് റിവ്യൂ പെർഫോമൻസ്. നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത് സ്ഥാപനത്തിൻ്റെ പെർഫോമൻസിനെ ഒരുപാട് സഹായിക്കും. നല്ല കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാനൊക്കെ ഇതിലൂടെ സാധിക്കും. നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതിലൂടെ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അപ്രോച്ചസ് കൊണ്ടുവരാനും ഇതിലൂടെ സാധിക്കും, ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലൂടെ സാധിക്കും. പിന്നെ സൈസ് ഓഫ് എ ഫേം അഫക്റ്റഡ് പെർഫോമൻസ് മാനേജ്മെന്റ്. നമുക്കറിയാം ഓരോ സ്ഥാപനത്തിന്റെ വലിപ്പം, അതിന്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, അത് എന്തിനെ ബാധിക്കുന്ന ഘടകമാണ്, ഒരു സ്ഥാപനത്തിന്റെ ടോട്ടൽ പെർഫോമൻസിനെ ബാധിക്കുന്ന ഘടകമാണ്. They described the management process in small firms as likely to characterized by the highly personalized preferences, prejudices and attitudes of the firm's entrepreneur. ഒരു വലിയ ഫേമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവിടെ ഒരുപാട് കാര്യങ്ങൾ സിമ്പിളായിട്ട് നടത്താൻ കഴിയും. ഓക്കെ, they described the management process in small firms as likely to characterized by the highly personalized preference. ചെറിയ കമ്പനി ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കാനും ഹൈലി പേഴ്സണലൈസ്ഡ് പ്രിഫറൻസും പ്രിജുഡൈസ് മൈൻഡൊക്കെ ഉണ്ടാക്കാൻ കഴിയും, സ്മാൾ ഫേം ആണെങ്കിൽ കഴിയും. ഓക്കെ, അതുകൊണ്ട് ആ സൈസ് ഓഫ് ദ ഫേമിന് എന്തുണ്ട്, പ്രധാനപ്പെട്ട റോള് പെർഫോമൻസ് മാനേജ്മെന്റിൽ. അപ്പോൾ വലിയൊരു സ്ഥാപനമാണെങ്കിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ പേഴ്സണലൈസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇവാലുവേറ്റ് ചെയ്യാനും പ്രിജുഡൈസ് മൈൻഡോട് കൂടിയിട്ട് കാണാനൊന്നും കഴിയില്ല. ചെറിയ സ്മാൾ ഫേം ആകുമ്പോൾ മാത്രമേ എല്ലാവരും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പേഴ്സണലൈസ്ഡ് പ്രിഫറൻസസ് കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്ത ടെക്നോളജി ആൻഡ് വർക്കിംഗ് പ്രാക്ടീസ്. ദർ ഈസ് നോ കൺക്ലൂസീവ് എവിഡൻസ് ദാറ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് വർക്കിംഗ് പ്രാക്ടീസസ് ആർ correlated with sophisticated approaches to be performance management. എന്താണ്, ടെക്നോളജി അതുപോലെ തന്നെ വർക്കിംഗ് പ്രാക്ടീസിനും എവിടെ നല്ല റോളുണ്ട്, പെർഫോമൻസ് മാനേജ്മെന്റിൽ റോളുണ്ട്. ബട്ട് ഇറ്റ് ഈസ് റീസണബിൾ ടു അസ്യൂം ദാറ്റ് ഹൈ ടെക്നോളജി ഫേംസ് ഓർഗനൈസേഷൻ ആർ മോർ ലൈക്ലി ടു ഇന്നോവേറ്റീവ് ആൻഡ് ദി ഫീൽഡ്. എന്താണ്, നല്ല ടെക്നോളജിയും നല്ല വർക്കിംഗ് പ്രാക്ടീസ് ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ, കമ്പ്യൂട്ടറൈസ്ഡ് ടെക്നോളജീസ് ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ, കൂടുതൽ മെഷീൻ കൺട്രോൾഡ് ഒക്കെ ആണെങ്കിൽ അവിടെ എന്ത് ഇൻക്രീസ് ചെയ്യാൻ കഴിയും, പെർഫോമൻസ് മാനേജ്മെന്റ് ഇൻക്രീസ് ചെയ്യാൻ കഴിയും. ലാസ്റ്റ് പോയിന്റ് ആണ് ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. നമ്മൾ ഏതൊരു ഓർഗനൈസേഷൻ, ഏതൊരു സ്ഥാപനം എടുത്താലും നമ്മൾ ഇന്റേണൽ ആക്ടിവിറ്റീസിന്റെ പോലെ തന്നെ റോൾ ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെന്റിനും ഉണ്ട്. ദ എക്സ്റ്റേണൽ കോമ്പറ്റേറ്റീവ് ബിസിനസ് എക്കോണമി, എനി പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആർ അഫക്റ്റ് ദ പെർഫോമൻസ് മാനേജ്മെന്റ്.
നമ്മൾ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളും കാര്യങ്ങളും എത്ര നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും എന്താണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് കൃത്യമായിട്ടുള്ള റോൾ അവിടെ ഉണ്ട്, ഒരു സ്ഥാപനത്തിൽ ഉണ്ട്. ഇത് എക്സ്റ്റേണൽ കോമ്പറ്റേറ്റീവ് ബിസിനസ്, നമ്മളെ കോമ്പറ്റീറ്റേഴ്സും നിലവിലുള്ള ബിസിനസ് കണ്ടീഷൻസും നിലവിലുള്ള എക്കണോമിക് അനാലിസിസും പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റൊക്കെ എന്തിനെ ബാധിക്കുന്നുണ്ട്? ഒരു സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് മാനേജ്മെൻറ്റ് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കോവിഡ് ഒരു എക്സ്റ്റേണൽ എൻവയോൺമെൻ്റ് ആണ്. അതൊക്കെ എന്തിനെ ബാധിക്കുന്നുണ്ട്? ബിസിനസ്സിനെ, എക്കണോമിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി പെർഫോമൻസ് മാനേജ്മെൻറ്റ്. ഇപ്പം നമ്മൾ പഠിച്ചത് പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രോസസ്സും അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്.